സാറേ, ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ടോയ്ലറ്റിൽ തെന്നി വീണു, തലയിടിച്ചു മരിച്ചു. ക്ലീൻ. എന്നിൽ ഔഷധ ഗുണമില്ല. കുറച്ച് വൈകിട്ട് എല്ലാവരും വൈകിട്ട് എല്ലാവരും കുറച്ച് വൈകിട്ടോ എല്ലാവരും കിട്ടുന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ, എന്നിൽ ഔഷധ ഗുണമില്ല. ഈ സീസൺ എങ്ങനെ നോക്കി കാണുന്നത്? വലിയൊരു മത്സരമായിരുന്നല്ലോ ഈ സീസൺ. എങ്ങനെ ഈ സീസൺ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഈ സീസൺ തുടങ്ങിയത് തന്നെ 3ാമത്തെ ആഴ്ചയിലാണ്, അല്ലെങ്കിൽ 50ാമത്തെ ദിവസത്തിലാണ് 1ാമത്തെ ദിവസം തുടങ്ങിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ എന്താ പറയുക, ഒരു റോളർ കോസ്റ്റ് പോലുള്ളൊരു സീസണായിരുന്നു. പക്ഷേ ജനങ്ങളുടെ പാർട്ടിസിപ്പേഷൻ നോക്കി കഴിയുമ്പം ഇത് വളരെ വലിയൊരു വിജയമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം 2 കോടിയോളം പേര് വോട്ട് ചെയ്തെന്നൊക്കെ പറയുമ്പോൾ അത് ജനങ്ങളുടെ 3.5 കോടി ജനങ്ങളുള്ള കേരളത്തിൽ 1.2 കോടി ആളുകൾ വോട്ട് ചെയ്തതെന്ന് പറയുമ്പോൾ അതൊരു വലിയ പാർട്ടിസിപ്പേഷനാണ് അല്ലേ. എസ്പെഷ്യലി നമ്മളിപ്പോൾ നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ജനറൽ ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളുകളുടെ എണ്ണം നോക്കിയാൽ അതിൽ കൂടുതൽ ആളുകൾ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ ഇത് വലിയ ജനകീയ പ്രസ്ഥാനമായിട്ട് മാറിയെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ഈ വോട്ടിംഗ് ആണല്ലോ ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ആ തരത്തിലുള്ള ഒരു ജനകീയ വിധിയെഴുത്ത് പോലാണോ? അതെ 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 അതെ. കേരളത്തിലെ ജനങ്ങളെ എല്ലാവരും എപ്പോഴും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യും. അവർക്ക് അടിയാണ് ഇഷ്ടം, ബഹളമാണ് ഇഷ്ടം, അങ്ങനെയുള്ളവരെ ജയിപ്പിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നവർക്കുള്ള വ്യക്തമായിട്ടുള്ള മറുപടിയാണ്. കാരണം എൻ്റെ ഒരു പാവം പിടിച്ചവൻ പോണൻ ബുദ്ധിയില്ലാത്തവർ പാവം പിടിച്ചവരോട് ജനങ്ങളൊക്കെ നിന്നു അപ്പോൾ വോട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ പിന്നെ ജാസ്തി മുതൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. കാരണം ആദ്യം മുതൽ അവസാനം വരെ ഈ സ്റ്റാമിനയ്ക്ക് ഒരു കുറവില്ലാതെ ഫൈറ്റ് ചെയ്ത് തന്ന ഒരു കുട്ടി. അപ്പോൾ അതും ഡിസേർവിംഗ് ആണ്. അർജുൻ അതേപോലെ തന്നെ ബഹളങ്ങളൊന്നും ഇല്ലാതെ അങ്ങോട്ട് ഇങ്ങോട്ടും തുള്ളക്ക് പിടിക്കാതെ അല്ലേ, വളരെ മാന്യമായിട്ട് ഒന്ന് മൈൽഡായിട്ട് നിന്നാലും ജനങ്ങൾ അംഗീകരിക്കുന്നുള്ള എൻ്റെ ഒരു തെളിവാണ്. അപ്പം കേരളത്തിലെ ജനങ്ങളെ ആരും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് അല്ല അല്ലേ. ഇത് നമുക്കൊക്കെ തോന്നിയത് കാരണം അർജുൻ വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്, ആരും അടിച്ചില്ല വെള്ളം ഉണ്ടാക്കില്ല. അപ്പം മര്യാദയ്ക്ക് കളിച്ചാലും ജയിക്കാം എന്നുള്ള എൻ്റെ ഒരു ഉദാഹരണമാണ്. അപ്പോൾ ഈ സീസണിൽ ജനങ്ങളുടെ വിധിയെഴുത്ത് വളരെ ആപ്റ്റായിരുന്നു. പിന്നെ പൊതുവെ എല്ലാവരും പറയുന്നുണ്ട് ജാസ്മിന് സെക്കൻഡ് കൊടുക്കായിരുന്നു. അത് നമ്മളെല്ലാം മനസ്സിൽ അതൊരു ജനവികാരമായിരുന്നു. അപ്പോൾ ആ ഒരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ജനങ്ങളുടെ വിധിയെഴുത്ത് ആപ്റ്റായിരുന്നു. എല്ലാവരും ഡിസേർവിംഗ് ആണ്, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ തന്നെ വേണം. തീർച്ചയായും. ഓക്കെ, താങ്ക് യു. എന്താ അദ്ദേഹത്തിന് പറയാനുള്ളത് ജീവനെ കുറിച്ച്? എന്താ പറയുക, ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററുള്ള സീസണായിരുന്നു ബാക്കിയുള്ള വെച്ച് കമ്പയർ നോക്കുമ്പോൾ. പിന്നെ അടിയും ഉണ്ടായിരുന്നു, പഴക്കവും ഉണ്ടായിരുന്നു, അതിനനുസരിച്ച് ഫണ്ണും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു എൻഡിങ് എപ്പിസോഡ്സ് കണ്ടപ്പോഴാണ് നമുക്ക് ഇത്രയും ഉണ്ടായിരുന്നല്ലോ എന്ന് തോന്നിപ്പോകുന്നത്. നല്ല സീസണായിരുന്നു. ഞാൻ രതീഷിനെയൊക്കെ മീറ്റ് ചെയ്തായിരുന്നു കഴിഞ്ഞ തവണ ആ കല്യാണത്തിനൊക്കെ വെച്ചത്. അപ്പോൾ ഏറ്റവും കൂടുതൽ വെറുത്ത ഒരു വ്യക്തിയായിരുന്നു എന്നെ സംബന്ധിച്ച രതീഷ്. അപ്പോൾ മനുഷ്യനെ വഴി വെച്ച് കണ്ടാൽ പോലും പെട്ടെന്ന് വിചാരിച്ചതാണ്. പക്ഷെ നേരിട്ട് കാണുമ്പം എല്ലാവരും ഇത് നല്ല ഇൻഡിവിജ്വൽസാണ്. പക്ഷേ നമ്മളെ ഈ സീസൺ നടക്കുമ്പോൾ നമ്മളെല്ലാം ഇമോഷണലി ഭയങ്കര ഇൻവോൾവാണ്. നമ്മളെ ഇമോഷണലായിട്ട് ഭയങ്കര ചാർജ്ഡാണ്. അപ്പോൾ ഒരാളോട് ഹേറ്റ്രഡ്, ഒരാളോട് സന്തോഷം, ഒരാളോട് ദേഷ്യം എല്ലാം ഉണ്ടാവും. പക്ഷേ അതിലൊക്കെ ഉപരിയായിട്ട് എല്ലാവരും വളരെ നല്ല മനുഷ്യരാണെന്നുള്ള ഒരു ഫണ്ടമെൻ്റൽ ഫീലിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ജനങ്ങളെല്ലാം ഹാപ്പിയാണ്. എനിക്ക് അല്ലേ, വോട്ട് ചെയ്ത രീതി അനുസരിച്ച് ജനങ്ങളെല്ലാം ഹാപ്പിയാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ ഇനിയിപ്പോൾ അടുത്ത തവണ ആരും അടി ഉണ്ടാക്കി ജയിക്കാൻ ശ്രമിക്കില്ല എന്ന് എനിക്ക് ഉറപ്പാണ് അല്ലേ. വലിയ ഡ്രാമയും വലിയ ബഹളമില്ലാതെ മര്യാദയ്ക്ക് കളിക്കും എന്നുള്ളതാണ് ഇനി എൻ്റെ ഒരു കണക്കുകൂട്ട്. ആ നിലയ്ക്ക് ജനങ്ങൾ പറയേണ്ടത് പറഞ്ഞു. ആ നിലയ്ക്ക് ഏഷ്യാനെറ്റ് നല്ലൊരു മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്. അതാണ് എൻ്റെ അല്ലേ. സാറേ, ഇതിൽ വലിയ സംഭവമൊന്നുമില്ല. ടോയ്ലറ്റിൽ തെന്നി വീണു, തലയിടിച്ചു മരിച്ചു. ക്ലീൻ.